ഫ്രണ്ട്സ്, വെൽക്കം ടു നാവിൻ രുചി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാൽപുട്ടാണ്. അപ്പോൾ മോർണിംഗ് തിരക്ക് പിടിച്ച് പോകുന്നവർക്ക് വേണ്ടി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇതിനൊരു സൈഡ് ഡിഷോ ഒന്നും തന്നെ വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിൽ 1.5 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും പുട്ടുപൊടി കുഴയ്ക്കാൻ ആവശ്യത്തിന് ചൂടുവെള്ളവും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. എനിക്കിവിടെ ഏകദേശം 1 കപ്പിന് കുറച്ച് കുറവായിട്ടാണ് വെള്ളം ആവശ്യം വന്നത്. ഇത് ഓരോ പുട്ടുപൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടിയും 1.25 കപ്പ് ചിരകിയ ക്യാരറ്റും 1/2 കപ്പ് ചിരകിയ തേങ്ങയും മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയോ ഇല്ലെങ്കിൽ കരിപ്പെട്ടിയോ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ പുട്ടുപൊടി നന്നായി കുഴച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനായി പുട്ടുകുറ്റിയിൽ കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്ത് അതിന് ശേഷം കുറേശ്ശെ പുട്ടു മിക്സും ഇട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ പുട്ടുകുറ്റി നിറച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മളുടെ പുട്ട് നന്നായി വെന്ത് നല്ല ആവി പറന്ന് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടോടെ സെർവ് ചെയ്താൽ നല്ല രുചിയൂറും പാൽപുട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.